ലോകത്തിലെ ഇസ്ലാമിന്റെ ചൈതന്യത്തെ കെടുത്താൻ വേണ്ടി പറഞ്ഞുവിട്ട തീവ്രവാദ ഗ്രൂപ്പുകളിലെ ഒന്നാമൻ ജമാഅത്തെ ഇസ്ലാമി, രണ്ടാമൻ NDF-കാരനുമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞ KM ഷാജി ഈ തെരഞ്ഞെടുപ്പിൽ അതേ നിലപാട് ആവർത്തിക്കുമോ? ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ഇനിയും 3-3.5 മാസക്കാലം സമയം ബാക്കിയുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദത്തിന്റെ ഉൽപാദനം നടക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നത് അഫ്ഗാന്റെ മലമടക്കുകളിലാണ്. മയക്കുമരുന്നിന്റെ പണം, പലിശയുടെ പണം, ഈ പണം മുടക്കിയിട്ട് ലോകത്തിലെ ഇസ്ലാമിന്റെ ചൈതന്യത്തെ കെടുത്താൻ വേണ്ടി പറഞ്ഞുവിട്ട തീവ്രവാദ ഗ്രൂപ്പുകളിലെ ഒന്നാമൻ ജമാഅത്തെ ഇസ്ലാമി, രണ്ടാമൻ NDF-കാരനുമാണ്. NDF-കാരങ്ങൾ ആലോചിച്ച് നോക്ക്. ഞങ്ങൾ NDF-നെ എതിർക്കുന്നത്, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എതിർക്കുന്നത് വേറെ വിരോധമൊന്നുമല്ല. അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ആശയപരമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആശയപരമാണ്, അല്ലാത്ത ഒരു കാരണമല്ല. രണ്ടാണ് വിഷയം. ഒന്ന്, നിങ്ങൾ ഈ രാജ്യത്തിനെതിരാണ്, ഇന്ത്യക്കെതിരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ ഇസ്ലാമിനെതിരാണ്, ഇസ്ലാമിന്റെ തത്വ സംഹിതകൾക്കെതിരാണ്. ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തലാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദീനല്ല. നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന ഗുണ്ടായുധങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദീനല്ല. ഒരു സംശയങ്ങൾ വിചാരിക്കണ്ട. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞ KM ഷാജി ഈ തെരഞ്ഞെടുപ്പിൽ അതേ നിലപാട് ആവർത്തിക്കുമോ? ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ഇനിയും 3-3.5 മാസക്കാലം സമയം ബാക്കിയുണ്ട്. ഞാൻ ആ പറഞ്ഞ സാഹചര്യം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞു. യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ അവർക്കെതിരെ പോരാട്ടം നടത്തുക. ഇപ്പോഴും അല്ലല്ല, ഞാൻ യൂത്ത് ലീഗ് പ്രസിഡന്റ് അല്ല. ഈ മതരാഷ്ട്രവാദത്തിനെതിരെ ഇപ്പോഴും പോരാട്ടത്തിലാണ്. അല്ല, അന്നതല്ല, അതിന്റെ ഫ്രണ്ടിൽ ഞാനാണ്. എന്നെ വിശ്വസിച്ചിട്ടാണ് എത്ര ആളുകൾ പരിക്ക് പറ്റി, എത്ര ആൾ കൊല്ലപ്പെട്ടു. എന്നിട്ട് ഞാൻ പോയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോംപ്രമൈസ് നിൽക്കാവുന്ന അത്രമേൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന സമയമാണത്. ആ ഫൈറ്റിന്റെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലില്ല. നിങ്ങൾക്കറിയാലോ SDP എവിടെ നിൽക്കുന്നത്? SDP കേരളത്തിൽ തിളച്ചു. ഈ കടപ്പുറം കോഴിക്കോട് SDP-യുടെ എത്ര സമ്മേളനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാണ്, നിങ്ങൾ കണ്ടതല്ലേ? SDP അവിടെ ഉണ്ടോ? ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ സമീപനം എടുക്കേണ്ടത് ഐഡിയോളജിക്കലി അല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ സമീപനം എടുക്കേണ്ടത്, അവരെ ഒറ്റപ്പെടുത്തേണ്ടത്, അവരെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതിനൊക്കെ ആ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ SDP ഒട്ടും മാറിയിട്ടില്ല. അവരുടെ നിലപാട് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിലെന്താ മാറ്റം ഉണ്ടായത്? മാറ്റം ഉണ്ടായി ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ദുർബലമായി നിൽക്കുന്ന ഒരു വിഭാഗത്തെ പിന്നെയും പോയിട്ട് അവരെക്കുറിച്ച് മാത്രം, ഇവിടെ വലിയ ഫാസിസ്റ്റം, ഇവിടെ മനുഷ്യർക്കെതിരെ ഏറ്റവും വലിയ നരഹത്യകൾ നടത്തുക, മനുഷ്യരെ പൂർണ്ണമായി പാർശ്വവൽക്കരിക്കപ്പെടുക. ആ സമയത്തും പോയിട്ട് അവിടെ പോയിട്ട് ഒരു നിങ്ങൾ പറയുന്നത് ഈ 10,000 ലക്ഷക്കണക്കിന് മെമ്പർമാരുടെ ഇടയിൽ 100 ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ മാന്തി പിടിച്ചിട്ട് നിങ്ങളെ ഞാൻ വിടൂല എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ നമ്മൾ ഇപ്പൊ നമ്മൾ തന്നെ എത്ര സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി വിവാദം സത്യത്തിൽ UDF-ന് പറ്റിയ ഒരു ട്രാപ്പാണോ? നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു നിലപാട് UDF എടുക്കുമ്പോൾ അതിനെ ഒരു ആയുധമാക്കിയെടുക്കാൻ ഒരിക്കലും CPM-ന് കഴിയാത്തത് അവർ നേരത്തെ തന്നെ നടത്തിയ ബാന്ധവം കൊണ്ടാണ്.